ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിക്യൂക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റാണെന്ന്. ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല. കുട്ടികളുടെ ടിഫിനിൽ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഗോതമ്പ് പൊടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്കിത് കുറച്ച് ചിരകിയ തേങ്ങയും ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/3 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത്. ഇങ്ങനെ അരച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ്. ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടോട്ടൽ 3/4 കപ്പ് വെള്ളമാണ് ഞാനിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാണ്. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം. 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അരിഞ്ഞ കറിവേപ്പില ചേർക്കാണ്. 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്ത സവോള ചേർക്കാം. 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അത് ഒഴിവാക്കാം. കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അരച്ച ഉടനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഫെർമെൻറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഈനോ ഫ്രൂട്ട് സോൾട്ട് കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മാവ് ഫെർമെൻ്റ് ആയതുപോലെ തന്നെ പതഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഇതിന് പകരം നിങ്ങൾക്ക് 2 നുള്ളു ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈസ്റ്റോ ചേർക്കാവുന്നതാണ്. ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും. ഈനോയും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാവുമ്പോൾ അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിതൊരു ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാതെയും അല്ലെങ്കിൽ എണ്ണയോ നെയ്യോ ഒഴിച്ചും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 2 തരത്തിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പകുതി കുഴികളിൽ ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. പകുതി കുഴികളിൽ നെയ്യോ എണ്ണയോ ഒന്നും ഇല്ലാതെ നമുക്ക് മാവൊഴിച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. നെയ്യ് ഒഴിക്കാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ 6 കുഴികളിൽ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം. നിങ്ങൾ കുഴികളിൽ മാവ് ഒഴിക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. ഇതുപോലെ നിറച്ച് ഒഴിക്കേണ്ട. നിറച്ച് ഒഴിച്ചാൽ നമ്മൾ ഈനോ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മാവ് നല്ലപോലെ പൊങ്ങി വരും. ഓരോന്നിൻ്റെയും മുകൾ ഭാഗം ഇതുപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചിടാനായിട്ട് പറ്റും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇത് കണ്ടില്ല എത്രമാത്രം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. ബാക്കിയുള്ളത് കുക്കായി വരുന്നേ ഉള്ളൂ. ഞാനിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ അതും കുക്കായിട്ടുണ്ട്. ബാക്കിയുള്ളതും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആദ്യം തിരിച്ചിട്ട അപ്പങ്ങളൊക്കെ കുക്കായിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാം കുക്കായതിന് ശേഷം മുഴുവനും ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റാണെന്ന്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല ആരെടുത്ത അപ്പമാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടില്ലേ. നിങ്ങളിതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. എത്ര സമയം കഴിഞ്ഞാലും ഇത് സോഫ്റ്റായി തന്നെ ഇരിക്കും. ഒട്ടും തന്നെ ഹാർഡായി പോവുകയൊന്നുമില്ല. കുട്ടികളുടെ ടിഫിനിൽ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ഐറ്റം തന്നെയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.